വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇമ്മ്യൂൺ റെസ്പോൺസസ് typically serve as a protective role. However, they can sometimes cause harm to host. ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രൊട്ടക്റ്റീവ് റോളാണ്. ഇപ്പോൾ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഈവൺ ഒരു പാത്തജൻ നമ്മളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനോട് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹാംഫുൾ പാത്തജനിൽ നിന്ന് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് റോളാണ് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് ഈ നമുക്ക് തന്നെ ഹാംഫുൾ ആവുന്ന രീതിയിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പെരുമാറാൻ പറ്റും. ആ ഒരു അവസ്ഥയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ വെയർ ഇമ്മ്യൂൺ റെസ്പോൺസ് ലീഡ്സ് ടു എക്സസീവ് റിയാക്ഷൻ റിസൾട്ടിങ് ഇൻ ടിഷ്യൂ ഡാമേജ്, ഡിസീസ് ഓർ ഈവൻ ഡെത്ത് ഇൻ സെൻസിറ്റൈസ്ഡ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഒരു കുറച്ചും കൂടി ഓവർ റിയാക്റ്റീവ് ചെയ്യണം. ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ചും കൂടി ഓവർ റിയാക്റ്റീവ് ചെയ്യണം, എക്സസീവ് റിയാക്ഷൻ ആണ്. അന്നേരം എന്ത് സംഭവിക്കും? ഹോസ്റ്റിൽ ടിഷ്യൂ ഡാമേജ്, ഡിസീസ്, ഡെത്ത് ഒക്കെ സംഭവിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് by an exaggerated immune response that negatively impact the body. Immune response, exaggerated immune response എന്നാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ടൈപ്സ് നോക്കാം. രണ്ട് ടൈപ്പ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ടൈപ്പ് അതുപോലെ തന്നെ ഡിലൈഡ് ടൈപ്പ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് വിത്തിൻ സെക്കൻഡ്സ് ടു മിനിറ്റ്സ്. ഇപ്പോൾ കുറച്ച് സമയത്തേക്കുള്ളത് പെട്ടെന്നായിരിക്കുള്ള ഇമ്മീഡിയറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അത് ബി-സെൽ മീഡിയേറ്റഡ് ആണ്. ബി-സെൽ മീഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡീസ് ഫോം ചെയ്യും. അത് ഹ്യൂമറൽ ആൻറ്റിബോഡീസ്, മീഡിയേറ്റഡ് ബൈ ഹ്യൂമറൽ ആൻറ്റിബോഡീസ്, ദറ്റ് മീൻസ് ബി-സെൽസ് മീഡിയേറ്റഡ് ആണ്. അതായത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ടൈപ്പ് 2, ടൈപ്പ് 3 ഇത് മൂന്നും എന്താണ്? ഇത് മൂന്നും ബി-സെൽ മീഡിയേറ്റഡ് ആണ്. ഇനി ഡിലൈഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് കുറേ സമയം എടുക്കും. അതായത് ഇറ്റ് ഡെവലപ്പ് വിത്തിൻ 24 to 40 hours. അപ്പോൾ ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നത് പെട്ടെന്നാണ്, സെക്കൻഡ്സ് ടു മിനിറ്റ്സ് ആയിരിക്കുള്ളൂ. ഡിലേഡ് എന്ന് പറഞ്ഞാൽ 24 to 48 hours എടുക്കും. ഇതൊരു സെല്ലാർ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതായത് നമ്മളുടെ ടി-സെൽ മീഡിയേറ്റഡ് ആണ് ഡിലേഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം ബി-സെൽ മീഡിയേറ്റഡ് ആണ്. ഏറ്റവും ലാസ്റ്റത്തെ ഡിലേഡ് എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്? ടി-സെൽ മീഡിയേറ്റഡ് ആണ്, അത് ഡിലേഡ് ടൈപ്പ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. കൂംസ് ആൻഡ് ജെൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 4 പറയുന്നുണ്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റിനെ. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ടൈപ്പ് 1 അനാഫിലാക്റ്റിക് എന്ന് പറയുന്നത്. ടൈപ്പ് 2 ആണ് സൈറ്റോടോക്സിക്. ടൈപ്പ് 3 ആണ് ഇമ്മ്യൂൺ കോംപ്ലെക്സ്. ടൈപ്പ് 4 ആണ് ഡിലേഡ് ഓർ സെൽ മീഡിയേറ്റഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് 1 നോക്കാം. മെക്കാനിസം ഓഫ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻ ഒക്കർ വിത്തിൻ മിനിറ്റ്സ്, കോമൺലി റെഫർഡ് ടു ആസ് അലർജി. ഓക്കെ, ഇനി ഒരു അറ്റോപ്പി, അനാഫിലാസിസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അറ്റോപ്പി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റീജിയനിൽ, ഇപ്പം സ്കിന്നിലോ നോസിലോ ഐസിലോ ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷനാണ് അറ്റോപ്പി എന്ന് പറയുന്നത്. ഇനി എൻറ്റയർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനാഫിലാക്സിസ് എന്ന് പറയും. ആ ഒരു അലർജിക് റിയാക്ഷൻ എൻറ്റയർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അനാഫിലാക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറിച്ച് നോക്കാം. അതിന് 2 ഫേസസ് ആയിട്ട് നടക്കുന്നത്. ഒന്ന് സെൻസിറ്റൈസേഷൻ ഫേസ്, പിന്നുള്ളത് എഫക്റ്റർ ഫേസ്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് ആണ്, അതായത് ഫസ്റ്റ് എക്സ്പോഷർ. ആൻറ്റിജൻസ് ആർ ക്യാപ്ചേർഡ് ബൈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ആൻഡ് പ്രസൻറ്റഡ് ടു ടി സെൽസ്. ഇപ്പോൾ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, ഒരു ആൻറ്റിജൻ വരെയാണ്. ഈ ഒരു ആൻറ്റിജനെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ആൻറ്റിജനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് ടി സെൽസിന് പ്രസൻറ്റ് ചെയ്യും. ടി സെൽസിന് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ടി സെൽസ് അപ്പോൾ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ടി ഹെൽപ്പർ സെൽസ്, TH2 സെൽസുകളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ആൻറ്റിജനെ കാണുന്നു, ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ക്യാപ്ചർ ചെയ്യുന്നു. ഈ ഒരു ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ആൻറ്റിജനെ ടി സെൽസിന് പ്രസൻറ്റ് ചെയ്യുന്നു. ടി സെൽസ് ആദ്യം തന്നെ എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്ത് ടി ഹെൽപ്പർ സെൽസ്, അതായത് TH2 സെൽസുകളായിട്ട് മാറുന്നു. TH2 സെൽസ് എന്ത് ചെയ്യും? ഇന്റർലൂക്കിൻ 3, 4, 5 റിലീസ് ചെയ്യുന്നു. എന്താണ്? TH2 സെൽസുകൾ എന്ത് റിലീസ് ചെയ്യുന്നു? ഇന്റർലൂക്കിൻ 3, 4, 5 റിലീസ് ചെയ്യുന്നു. ഇതിൽ നമുക്ക് 4 ഇമ്പോർട്ടൻ്റ്. ഇന്റർലൂക്കിൻ 4 എന്താ ചെയ്യുന്നത്? നേരെ പോയി ബി-സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ബി-സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബി-സെൽസുകൾ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഏത് ആൻറ്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? IgE ആൻറ്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടി ആലോചിച്ച് നോക്കാം. ഇതാണ് നമ്മളുടെ ആൻറ്റിജൻ.
ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് പ്രോസസ്സ് ചെയ്ത് ടി സെൽസിന് പ്രസൻറ്റ് ചെയ്തു. ടി സെൽസ് ടി ഹെൽപ്പർ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. TH2 സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. TH2 സെൽസ് എന്ത് ചെയ്തു? ഇന്റർലൂക്കിൻ 3, 4, 5 സെക്രീറ്റ് ചെയ്തു. അതിൽ 4 ആണ് നമുക്ക് വേണ്ടത്. ഇന്റർലൂക്കിൻ 4 എന്ത് ചെയ്യുന്നു? ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ബി സെൽസ് IgE എന്ന് പറയുന്ന ആന്റിബോഡിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി IgE മീഡിയേറ്റഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആന്റിബോഡി മീഡിയേറ്റഡ്. ഓക്കെ, സോ IgE എന്ന് പറയുന്ന ആന്റിബോഡീസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ IgE ആന്റിബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാസ്റ്റ് സെൽസിൽ വന്നിരിക്കാനായിട്ട്, അതായത് മാസ്റ്റ് സെൽസിൽ IgEക്ക് വന്നിരിക്കാനുള്ള കുറേ റിസപ്റ്റേഴ്സുകളുണ്ട് മാസ്റ്റ് സെൽസിൽ. അപ്പോൾ നമ്മളുടെ IgE ആന്റിബോഡി എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന മാസ്റ്റ് സെൽസിൻ്റെ റിസപ്റ്റേഴ്സിലുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. ഇതാണ് ഫസ്റ്റ് കേസിൽ നടക്കുന്നത്. ഓക്കെ, ഇത് IgE ബൈൻഡ് ടു FC റിസപ്റ്റർ ഓൺ മാസ്റ്റ് സെൽ ആൻഡ് ബേസോഫിൽ ആൻഡ് സെൻസിറ്റൈസിങ് ദം. ഓക്കെ, ഇതാണ് സെൻസിറ്റൈസേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻറ്റിജൻ വരുന്നു, ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അത് ടി സെൽസിന് പ്രസൻറ്റ് ചെയ്യുന്നു. ടി സെൽസ് TH2 ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. TH2 സെക്രീറ്റ് ചെയ്യുന്ന ഇന്റർലൂക്കിൻസ് ആണ് 3, 4, 5. അതിൽ ഇന്റർലൂക്കിൻ 4 ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ബി സെൽസ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആന്റിബോഡിയുടെ പേരാണ് IgE എന്ന് പറയുന്നത്. IgE എന്ത് ചെയ്യും? മാസ്റ്റ് സെൽസിന് മുകളിൽ പോയി അവിടുത്തെ റിസപ്റ്റേഴ്സ്, അതായത് അവിടെയുള്ള റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. അത്ര ഓക്കെ അല്ലേ? ഇനി അടുത്ത ഫേസ് ആണ് എഫക്റ്റർ ഫേസ്. എഫക്റ്റർ ഫേസ് എന്ന് വെച്ചാൽ സെക്കൻഡ് എക്സ്പോഷർ, അതായത് ഈ പറഞ്ഞ ആന്റിജൻ ഒന്നും കൂടി വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ സെയിം ആന്റിജൻ ബൈൻഡ് ടു IgE ഓൺ മാസ്റ്റ് സെൽസ്. രണ്ടാമത് ഈ ആന്റിജൻ വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നടക്കാതെ നേരിട്ട് ഈ ഒരു ആന്റിജൻ എവിടെ വന്നിരിക്കും? നമ്മളുടെ ആന്റിബോഡി IgE ആന്റിബോഡിയായിട്ട് ബൈൻഡ് ചെയ്യും. IgE ആന്റിബോഡി എവിടെ ഇരിക്കണത്? മാസ്റ്റ് സെൽസിന്റെ റിസപ്റ്ററിന് മുകളിലാണ് IgE ആന്റിബോഡി ഇരിക്കുന്നത്. ആ ഒരു IgE ആന്റിബോഡിയായിട്ട് നേരിട്ട് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? മാസ്റ്റർ സെൽസിന് അങ്ങോട്ട് ദേഷ്യം വരും. മാസ്റ്റർ സെൽസ് ബേസ്റ്റ് ചെയ്യും. ഓക്കെ, so the same antigen bind to IgE on mast cells and basophil, causing cross-linking of IgE FC receptor, and this result in cellular damage and membrane change, degranulation of mast cells and basophil. അപ്പോൾ എന്താ സംഭവിക്കുക? മാസ്റ്റ് സെൽസ് ഡീഗ്രാനുലേറ്റ് ചെയ്യും. ഡീഗ്രാനുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ മാസ്റ്റ് സെൽസിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്രാനുൾസ് ഉണ്ട്, അത് പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ ഗ്രാനുൾസുകളാണ് ഹിസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നൊക്കെ പറയുന്നത്. ആ ഗ്രാനുൾസുകളാണ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ലൂക്കോട്രൈൻസ്. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന മാസ്റ്റ് സെൽസിൻ്റെ ഉള്ളിലുള്ള ഗ്രാനുവൽസ് ആണ്. അത് റിലീസ് ചെയ്യും. അതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് അലർജി ഫോം ചെയ്യും. ഓക്കെ, ഇത്രയാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നടക്കുന്നത്. എന്തൊക്കെയാണ്? ആൻറ്റിജൻ വരുന്നു, ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് അതിന് പ്രോസസ്സ് ചെയ്ത് ടി സെൽസിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. ടി സെൽസ് എന്ത് ചെയ്യുന്നു? TH2 സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. TH2 സെൽസിൽ നിന്ന് ഇന്റർലൂക്കിൻ 3, 4, 5 എന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്യും. അതിൽ 4 എന്താ ചെയ്യുന്നത്? ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ബി സെൽസ് IgE ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. IgE ആന്റിബോഡി മാസ്റ്റ് സെൽസിന്റെ എന്താണ് FC റിസപ്റ്റേഴ്സിൽ അവിടെ പോയി ബൈൻഡ് ചെയ്തിരിക്കുന്നു. അതാണ് ഫസ്റ്റ് നടക്കുന്നത്. രണ്ടാമത് സെയിം ആന്റിജൻ വരുമ്പോൾ ആന്റിജൻ നേരെ പോയി IgE ആന്റിബോഡിയിൽ ബൈൻഡ് ചെയ്യും. IgE ആന്റിബോഡി മാസ്റ്റ് സെൽസിന്റെ മണ്ടയിലാണ്, അല്ലെ മാസ്റ്റ് സെൽസിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ മാസ്റ്റ് സെൽസ് എന്താണ് ബേസ്റ്റ് ചെയ്ത് ഡീഗ്രാനുലേഷൻ സംഭവിക്കും. അതായത് മാസ്റ്റ് സെൽസിൽ നിന്ന് കുറച്ച് ഗ്രാനുൾസുകൾ പുറത്തേക്ക് വരും. ആ ഗ്രാനുൾസുകളാണ് ഏത്? ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ലൂക്കോട്രൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയൊക്കെ അല്ലേ? ഇനി ഈ എഫക്ട്സ് ഓഫ് ദീസ് ഏജൻസ് ഇൻക്ലൂഡ്, അതായത് ഈ പറയുന്ന ഓരോ ആൾക്കാർ ഈ ഗ്രാനുൾസുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് ആണ്. അതേ നോക്കി, ഇപ്പോൾ ഹിസ്റ്റമിൻ ഇൻക്രീസ് വാസ്കുലർ പെർമിബിലിറ്റി, സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷൻ. ലൂക്കോട്രീൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ലങ് സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷൻ. സെറോട്ടോണിൻ ആണെങ്കിൽ സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷൻ. ECFA ആണെങ്കിൽ ഈസ്നോഫിൽ കീമോടാക്റ്റിക് ഫാക്ടർ. പ്രോസ്റ്റാഗ്ലാൻഡിൻ വാസ്കുലർ പെർമിബിലിറ്റി കൂട്ടും, സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷൻ. PAF ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. ആൻഡ് സെറോട്ടോണിൻ ഫ്രം പ്ലേറ്റ്ലെറ്റ്സ്. അങ്ങനെ ഓരോരുത്തരുടെ ഫംഗ്ഷനാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഇതേ കണ്ടോ? ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിബിലിറ്റി, സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ, ഇനീഷ്യൽ വാസോ കൺസ്ട്രിക്ഷൻ ഫോളോഡ് ബൈ വാസോ ഡൈലേഷൻ, ഷോക്ക്, ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ, ഇൻക്രീസ്ഡ് നേസൽ ആൻഡ് ലാക്രിമൽ സെക്രീഷൻ. അതായത് ഈ പറയുന്ന മാസ്റ്റ് സെൽസിൽ നിന്ന് ഗ്രാനുവൽസ് റിലീസ് ചെയ്യും. അവർ ഓരോരുത്തരുടെയും ഫംഗ്ഷനാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. ഇനി ഓരോ അസുഖങ്ങൾ എക്സാമ്പിൾസ് ഇതൊക്കെയാണ്: എക്സിമ, ഹേ ഫീവർ, ആസ്മ, അനാഫിലാക്റ്റിക് ഷോക്ക്, അക്യൂട്ട് ഡെർമൈറ്റീസ്. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിക്ക് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്നത്: എക്സിമ, ഹേ ഫീവർ, ആസ്മ, അനാഫിലാക്റ്റിക് ഷോക്ക്, അക്യൂട്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ടൈപ്പ് 2
ടൈപ്പ് 2 എന്ന് പറയുന്നത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് അല്ലെങ്കിൽ സൈറ്റോടോക്സിക് റിയാക്ഷൻ എന്ന് പറയാം. മീഡിയേറ്റഡ് ബൈ ആൻറ്റിബോഡി ദ ടാർഗറ്റ് ആൻറ്റിജൻ ഓൺ ദ സെൽ സർഫസ് ആൻഡ് എക്സ്ട്രാ സെല്ലർ മാട്രിക്സ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറയുന്ന ആൻറ്റിജൻ ഒറ്റയ്ക്കല്ല, ആൻറ്റിജൻ ഓൾറെഡി നമ്മളുടെ ഹോസ്റ്റ് സെല്ലിൻ്റെ സെല്ലായിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ സെല്ലിൻ്റെ സർഫസിൽ ഓൾറെഡി ഈ ഒരു ആൻറ്റിജൻ ഉണ്ട്. ഈ പറയുന്ന സെൽ സർഫസിലുള്ള ആൻറ്റിജൻ എന്താ ചെയ്യുന്നത്, നേരെ പോയി ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ബി സെൽസ് എന്താ ചെയ്യുന്നത്, അപ്പോൾ തന്നെ പ്ലാസ്മ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. പ്ലാസ്മ സെൽസ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബോഡിയുടെ പേരാണ് IgGയും IgM. ഓക്കെ, നേരത്തെ ആദ്യത്തെ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ഉണ്ടായ ആൻറ്റിബോഡി IgE ആയിരുന്നു. ഇവിടെ IgE അല്ല, പകരം IgG അല്ലെങ്കിൽ IgM ആയിരിക്കുള്ളൂ. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുക നോക്കിക്കേ, ആൻറ്റിജൻ ഇപ്പോൾ നമ്മളുടെ ടാർഗറ്റ് സെൽസിൻ്റെ സർഫസിലുണ്ട്. ആൻറ്റിജൻ ഉള്ള ഈ പറയുന്ന സെൽ സർഫസിലുള്ള ആൻറ്റിജൻ ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ബി സെൽസ് പ്ലാസ്മ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. പ്ലാസ്മ സെൽസ് IgG അല്ലെങ്കിൽ IgM ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ഇത് ആരെ ആക്ടിവേറ്റ് ചെയ്യും, കോംപ്ലിമെന്റ് സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ചെയ്യും. ഏത് കോംപ്ലിമെന്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്, C3b ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, ഈ C3b എന്താ ചെയ്യുന്നത്, നേരെ പോയി ടാർഗറ്റ് സെല്ലിൽ പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ എന്താ ചെയ്യുന്നത്, C3b നേരെ ആൻറ്റിജനെ മൊത്തത്തിൽ ഫാഗോസൈറ്റോസിസ് ചെയ്യും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആൻറ്റിജനെ കില്ല് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ആ ഒരു ഹോസ്റ്റ് സെല്ലില്ലേ, അതായത് ആ ടാർഗറ്റ് സെൽസ്, അതിനെ നശിപ്പിച്ച് കളയും. അതൊരു പ്രോബ്ലമാണ് ഇതിൻ്റെ. അങ്ങനെ ഫാഗോസൈറ്റോസിസ് നടത്തും, സെൽ ഡിസ്ട്രക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആൻറ്റിജൻ ഓൾറെഡി സെൽസിലുണ്ട്, സെല്ലിൻ്റെ സർഫസിലുണ്ട്. ഈ ഒരു സെൽ സർഫസിലുള്ള ആൻറ്റിജൻ വരുമ്പോൾ ബി സെൽസ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ബി സെൽസ് പ്ലാസ്മ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്ലാസ്മ സെൽസ് IgG അല്ലെങ്കിൽ IgM ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇത് കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു, എസ്പെഷ്യലി C3b. ഈ C3b എന്താ ചെയ്യുന്നത്, നേരെ പോയി ടാർഗറ്റ് സെല്ലിലുള്ള ആൻറ്റിജനെ നശിപ്പിച്ചളയും, കൂടെ ടാർഗറ്റ് സെല്ലിനെ നശിപ്പിച്ചളയും. ഫാഗോസൈറ്റോസിസ് ആണ് ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അത്രയും കിട്ടിയില്ലേ. ഇനി ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ എക്സാമ്പിൾസ് നോക്കാം. ഹീമോലൈറ്റിക് അനീമിയ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. ഓട്ടോഇമ്യൂൺ ഡിസീസാണ് മൈസ്തീനിയ ഗ്രാവിസ്, ഗ്രേവ്സ് ഡിസീസ്, ഗുഡ് പാസ്റ്റർ സിൻഡ്രോം, ഇൻസുലിൻ റെസിസ്റ്റന്റ് ഡയബറ്റീസ്, പെർനീഷ്യസ് അനീമിയ. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതിൽ ഏതെങ്കിലും എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് പോക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് ടൈപ്പ് 5 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അപ്പോൾ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ IgE ആൻറ്റിബോഡി ആയിരുന്നു. ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റീവിൽ IgG or IgM ആയിരുന്നു. ഇനി അടുത്തത് ടൈപ്പ് 5 പറയാൻ കാരണം ഈ ഒരു ടൈപ്പ് 5 എന്ന് പറയുന്നത് ഈ ടൈപ്പ് 2ന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇവിടെ ജസ്റ്റ് സെൽ പ്രൊലിഫറേഷൻ പ്രൊമോട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഹിബിഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, ആൻറ്റിബോഡി ഇന്ററാക്ട് വിത്ത് സെൽ സർഫസ് ആൻറ്റിജൻ പ്രൊമോട്ടിങ് സെൽ പ്രൊലിഫറേഷൻ. ആൻറ്റിബോഡിയും ആൻറ്റിജനും കൂടി ചേർന്ന് അവിടെ സെൽ പ്രൊലിഫറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ, അല്ലാതെ അവിടെ സെൽ ഡിസ്ട്രക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഗ്രേവ്സ് ഡിസീസും അതുപോലെ തന്നെ മൈസ്തേനിയ ഗ്രേവിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അതേ നോക്കിക്കുക, ആൻറ്റിജൻ പ്രസന്റിങ് സെൽസ് ക്യാപ്ചർ ചെയ്യുന്നു. ആൻറ്റിജനെ T സെൽസിന് പ്രോസസ് ചെയ്ത് കൊടുക്കുന്നു, ഗിഫ്റ്റ് ചെയ്യുന്നു. T സെൽസ് അപ്പോൾ തന്നെ TH2 സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. TH2 നമ്മളുടെ ഇന്റർലൂക്കിൻ 2, 3, 4, 5 സെക്രീറ്റ് ചെയ്യുന്നു. അതിൽ 4 ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ബി സെൽസ് IgE ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് മാസ്റ്റ് സെൽസിന്റെ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത് സെയിം ആൻറ്റിജൻ വരുമ്പോൾ നേരെ ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടി ചേർന്ന് മാസ്റ്റ് സെൽസ് ഡീഗ്രാനുലേറ്റ് ചെയ്യുന്നു. കുറേ മീഡിയേറ്റേഴ്സ്, അതായത് ഹിസ്റ്റാമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഒക്കെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ടൈപ്പ് 2 എന്താ പറഞ്ഞത്, ടൈപ്പ് 2 ജസ്റ്റ് ആ ഒരു ആൻറ്റിജൻ ഓൾറെഡി സെൽ സർഫസിൽ ഉണ്ടാകും. ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ബി സെൽസ് പ്ലാസ്മ സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്ലാസ്മ സെൽസ് IgG or IgM ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. ആൻറ്റിബോഡി ഇന്ററാക്ഷൻ നടക്കുന്നു. കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. C3b ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ C3b നേരെ ടാർഗറ്റ് സെൽസിനെയും ഇൻക്ലൂഡിങ് ആൻറ്റിജനെയും നശിപ്പിച്ചളയുന്നു. ഫാഗോസൈറ്റോസിസ് ആണ് അതിന്റെ റിസൾട്ട്. ഫസ്റ്റ് വണ്ണിന്റെ ആദ്യത്തെ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അലർജിയാണ്. ടൈപ്പ് 2ന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. പിന്നെ പറഞ്ഞത് ടൈപ്പ് 5 എന്ന് പറയുന്നത് ടൈപ്പ് 2ന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻ മീഡിയേറ്റഡ് എന്ന് പറയുന്നത് ടൈപ്പ് 3 എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടുത്തെ ആൻറ്റിജൻ എന്ന് പറയുന്നത് സോലുബിൾ ആണ്. ഈ ഒരു ആൻറ്റിജൻ ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ബി സെൽസ് പ്ലാസ്മ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്ലാസ്മ സെൽസ് IgG അല്ലെങ്കിൽ IgM ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു. ആൻറ്റിജൻ ആൻറ്റിബോഡി ഇന്ററാക്ട് ചെയ്യുന്നു. അതുവരെ നേരത്തെ പറഞ്ഞ ടൈപ്പ്
2 പോലെ തന്നെയാണ് ടൈപ്പ് 3, അവിടെ വരെ ഓക്കെയാണ്. പക്ഷേ ഇവിടുത്തെ കോംപ്ലിമെന്റ് സിസ്റ്റം വേറെയാണ്. മറ്റടുത്ത് C3b ആയിരുന്നു ഇല്ലേ, ഇവർ ആക്ടിവേറ്റ് ചെയ്തത് C3b ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ കോംപ്ലിമെന്റ് C5 to C9 ആണ്. അതായത് ഒരു മാക് കോംപ്ലക്സ് ആണ്, മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സ്. ഓക്കെ, C5 to C9 കോംപ്ലിമെന്റ് സിസ്റ്റം ആണ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിന്റെ റിസൾട്ട് ആയിട്ട് ടിഷ്യൂ ഡാമേജും ഇൻഫ്ലമേഷനും ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഇവിടുത്തെ ആന്റിജൻ സോലുബിൾ ആണ്. ആന്റിജൻ ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. പ്ലാസ്മ സെൽസ് ബി സെൽസ് പ്ലാസ്മ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്ലാസ്മ സെൽസ് IgG അല്ലെങ്കിൽ IgM ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ചെയ്യുന്നു. കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് C5 to C9 കോംപ്ലക്സ് കോംപ്ലിമെന്റ് സിസ്റ്റം ആണ് അത്, വിച്ച് ലീഡ്സ് ടു ഇൻഫ്ലമേഷൻ ആൻഡ് ടിഷ്യൂ ഡാമേജ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1ന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അലർജി ആയിരുന്നു. ടൈപ്പ് 2ന്റെ റിസൾട്ട് ഫാഗോസൈറ്റോസിസ് ആയിരുന്നു. ടൈപ്പ് 3യുടെ റിസൾട്ട് എന്താണ്, ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, ഇനി ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ എക്സാമ്പിൾസ് ആണ് സിറം സിക്നസ്, പിന്നെ എന്താണ് SLE, ആർത്തസ് റിയാക്ഷൻ, റിയാക്റ്റീവ് ആർത്രൈറ്റിസ്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. ഇനി അടുത്തത് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിലേഡ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ പറഞ്ഞ 3 ബി സെൽ മീഡിയേറ്റഡ് ആയിരുന്നു. ടൈപ്പ് 4 എന്ന് പറയുന്നത് T സെൽ മീഡിയേറ്റഡ് ആണ്, ഡിലേഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആന്റിജൻ പ്രസന്റിങ് സെൽസുകൾ ക്യാപ്ചർ ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്ത് T സെൽസിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഈ T സെൽസുകൾ എന്താ ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്ത് TH1 ആയിട്ട് മാറുന്നു. ഇവിടെയാണ് അതിന്റെ ഡിഫറൻസ് ഇരിക്കുന്നത്. നമ്മൾ ടൈപ്പ് 1 പറഞ്ഞത് എങ്ങനെയാണ്, ഈ സെയിം പ്രോസസ്സ് തന്നെയായിരുന്നു, പക്ഷെ അവിടെ TH2 സെൽസ് ആയിരുന്നു. അതായത് ആന്റിജൻ പ്രസന്റ് സെൽസ് പ്രോസസ്സ് ചെയ്ത് T സെൽസിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. T സെൽസ് TH2 സെൽസ് ആയിട്ടായിരുന്നു ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. പക്ഷേ ടൈപ്പ് 4 എങ്ങനെയാണ്, ടൈപ്പ് 4 ഈ പറയുന്ന TH1 ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ TH1 എന്താ ചെയ്യുന്നത്, അത് TH1 നിന്ന് 3 തരത്തിലുള്ള ഇന്റർലുക്കിൻസ്, അതായത് ഇന്റർലുക്കിൻ 1, 2 സെക്രീറ്റ് ചെയ്യും, പിന്നെ ഇന്റർഫ്രോൺ സെക്രീറ്റ് ചെയ്യും, TNF ആൽഫ, ഇങ്ങനെ ഈ 3 സാധനങ്ങൾ ഇതിൽ നിന്ന് സെക്രീറ്റ് ചെയ്യും TH1 നിന്ന്. അപ്പോൾ TH1 സെക്രീറ്റ്, ഇന്റർഫ്രോൺ, പിന്നെ ഇന്റർലുക്കിൻ 1, 2, അതുപോലെ തന്നെ TNF ആൽഫ. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഇന്റർഫ്രോൺ ഗാമ എന്താ ചെയ്യുന്നത്, ഇന്റർഫ്രോൺ ഗാമ മാക്രോഫേജസിനെ എടുത്തിട്ട് മാക്രോഫേജസിനെ എപ്പിത്തിലോൺ സെൽസുകളാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്റർഫ്രോൺ ഗാമ മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് മാക്രോഫേജസിനെ എപ്പിത്തിലോൺ സെൽസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യിക്കും. പിന്നെ ഇവർ 3 കൂടി ചേർന്നിട്ടാണ് ലാസ്റ്റ് ഗ്രാനുലോമ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ഇവർ 3 കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാനുലോമ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഓരോ സൈറ്റോകൈൻസിന്റെ ഫങ്ഷൻ നോക്കി, ഇന്റർലുക്കിൻ 1, 2 ആണെങ്കിൽ അവർ കൂടുതൽ T സെൽസിന്റെ പ്രൊലിഫറേഷനെ പ്രൊമോട്ട് ചെയ്യും. ഇന്റർഫ്രോൺ ഗാമയാണെങ്കിൽ മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ എപ്പിത്തിലോട്ട് സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. TNF ആൽഫ ആണെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റിന്റെ പ്രൊലിഫറേഷൻ ആണ് എൻകറേജ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ട്യൂബർക്കുലിൻ റിയാക്ഷൻ, പെർണീഷ്യസ് അനീമിയ, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അതിലേതെങ്കിലും നോക്കിയിട്ട് പോകാം. ടൈപ്പ് 1ന്റെ റിസൾട്ട് ആയിട്ട് അലർജി ഫോം ചെയ്യും. ടൈപ്പ് 2ന്റെ റിസൾട്ട് ഫാഗോസൈറ്റോസിസ്. ടൈപ്പ് 3 ആണെങ്കിൽ 3ന്റെ റിസൾട്ട് ഇൻഫ്ലമേഷൻ ആയിരുന്നു. ടൈപ്പ് 4ന്റെ റിസൾട്ട് ഗ്രാനുലോമ ഫോർമേഷൻ ആണ്. അതിൽ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആന്റിജൻ പ്രസന്റിങ് സെൽസ് അത് പ്രോസസ് ചെയ്ത് T സെൽസിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. T സെൽസ് TH2 ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. TH2 ഇന്റർലുക്കിൻ 2, 3, 4, 5 സെക്രീറ്റ് ചെയ്യും. അതിൽ 4 ആണ് ഇവിടെ ആവശ്യം. 4 എന്ത് ചെയ്യും, ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ബി സെൽസ് IgE ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. IgE മാസ്റ്റ് സെൽസിൽ പോയി ബൈൻഡ് ചെയ്യും. സെയിം ആന്റിജൻ 2ാമത്തെ തവണ വരുമ്പോൾ എന്ത് ചെയ്യും, നേരെ പോയി IgE ആന്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ മാസ്റ്റ് സെൽസ് എന്ത് ചെയ്യും, ഡീഗ്രാനുലേഷൻ സംഭവിച്ച് ഹിസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ പോലെ സാധനങ്ങൾ റിലീസ് ചെയ്തു അലർജി ഫോം ചെയ്യും. അതാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ടൈപ്പ് 2 എങ്ങനെയാണ്, ആന്റിജൻ ഓൾറെഡി ആ ഒരു സെൽ സർഫസിൽ പ്രസന്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇത് നേരെ ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ബി സെൽസ് എന്താ ചെയ്യുന്നത്, പ്ലാസ്മ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. പ്ലാസ്മ സെൽസ് IgG, IgM ആന്റിബോഡി ഫോം ചെയ്യുന്നു. ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. പിന്നെ കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. കോംപ്ലിമെന്റ് സിസ്റ്റമാണ് C3b എന്ന് പറയുന്നത്. C3b നേരെ ആന്റിജനെയും കൂടാതെ ആ ആന്റിജൻ ഇരിക്കുന്ന സെല്ലിനെ നശിപ്പിച്ചളയും. അതിന്റെ റിസൾട്ടാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇനി
ടൈപ്പ് 3 എന്താ സംഭവിക്കുന്നത്? ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ആന്റിജൻ സോലുബിൾ ആണ്. സോലുബിൾ ആയിട്ടുള്ള ആന്റിജൻ ബി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. പ്ലാസ്മ സെൽസ് ബി സെൽസ് പ്ലാസ്മ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്ലാസ്മ സെൽസ് IgG ഓർ IgM ആന്റിബോഡീസ് ഫോം ചെയ്യുന്നു. ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇവർ കോംപ്ലിമെന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് C5 to C9 ആണ്. അങ്ങനെ വിച്ച് റിസൾട്ട് ഇൻ ഇൻഫ്ലമേഷൻ ആൻഡ് ടിഷ്യൂ ഡാമേജ്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന്റിജൻ പ്രസന്റ് സെൽസ് പ്രോസസ് ചെയ്ത് T സെൽസിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. T സെൽസ് അത് TH1 ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. TH1 സെക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്റർഫെറോൺ ഗാമ, ഇന്റർലൂക്കിൻ 1, 2 ആൻഡ് TNF ആൽഫ. ഇന്റർലൂക്കിൻ ഗാമ എന്താ ചെയ്യുന്നത്? മാക്രോഫേജസിനെ എടുത്തിട്ട് എപ്പിത്തിലോൺ സെൽസ് ആക്കി മാറ്റും. ഇന്റർലൂക്കിൻ 1, 2 ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? 1, 2 എന്നാണ് കൂടുതൽ T സെൽസിന്റെ പ്രൊലിഫറേഷന് പ്രൊമോട്ട് ചെയ്യും. TNF ആൽഫ ആണെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊലിഫറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തായാലും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രാനുലോമ ഫോർമേഷൻ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഓർത്തിരിക്കുക, ആദ്യത്തെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറയുന്നത് ആന്റിബോഡി മീഡിയേറ്റഡ്, ദാറ്റ് ഈസ് ബി സെൽ മീഡിയേറ്റഡ് ആണ്. ടൈപ്പ് 4 എന്ന് പറയുന്നത് ഡിലേഡ് ആണ്, അത് സൈറ്റോടോക്സിക് T സെൽ മീഡിയേറ്റഡ് ആണ്. ഓക്കെ, താങ്ക് യു.